ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭാപ്രസംഗകന്റെ പുസ്തകം നമുക്ക് പഠിക്കാം. ആമുഖം. സഭാപ്രസംഗകൻ ആമുഖം. കൊഹേലത്ത് എന്ന ഹീബ്രു പദത്തിൻ്റെ ഏകദേശ തർജ്ജമയാണ് സഭാപ്രസംഗകൻ. ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിൽ രാജാവും എന്ന ഗ്രന്ഥകാരൻ തന്നെക്കുറിച്ച് പറയുമ്പോൾ സോളമനിലേക്കാണ് കർത്തൃത്വം ആരോപിക്കപ്പെടുന്നത്. എന്നാൽ BC 3-ാം നൂറ്റാണ്ടിൽ ഏതോ യഹൂദ ചിന്തകൻ ഈ ഗ്രന്ഥം രചിച്ചു എന്നാണ് പൊതുവായ അഭിപ്രായം. ഗ്രീക്കു തത്വചിന്തയുടെ സ്വാധീനം ഈ ഗ്രന്ഥത്തിലെ ഈ ചിന്താധാരകളിൽ പ്രകടമാണ്. മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ എന്നല്ലാതെ ഗ്രന്ഥത്തിന് വ്യക്തമായൊരു ഘടന നിർദ്ദേശിക്കുക എളുപ്പമല്ല. എന്നാൽ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ അവിടവിടെ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഗ്രന്ഥകാരൻ്റെ ജീവിത വീക്ഷണം അത്ര അവ്യക്തമല്ല. സൂര്യന് കീഴെ നടക്കുന്നതെല്ലാം, ഈ ലോകവും ഇതിലെ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളുമെല്ലാം മിഥ്യയാണ് എന്ന നിഗമനത്തിലാണ് ഗ്രന്ഥകാരൻ്റെ പരിവേഷണങ്ങൾ ചെന്നു നിൽക്കുക. ദൈവത്തിൻ്റെ അധീശത്വവും ദൈവിക പദ്ധതികളും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഗ്രന്ഥകാരൻ്റെ ചിന്താഗതികൾ അവികലമാണ് എന്ന് പറഞ്ഞുകൂടാ. പ്രവാസാനന്തര യഹൂദ ചിന്ത മക്കബായ വിപ്ലവത്തിലൂടെ പ്രകടമായ വിശ്വാസദാർഢ്യത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിലെത്തുന്നതിന് മുമ്പുള്ള പരിവർത്തന ദിശയിലെ ഒരു കണ്ണിയായി സഭാപ്രസംഗകനെ ഗണിച്ചാൽ മതി. അധ്യായം 1. മിഥ്യകളിൽ മിഥ്യ. ജെറുസലേമിൽ രാജാവും ദാവീദിൻ്റെ പുത്രനുമായ സഭാപ്രസംഗകൻ്റെ വാക്കുകൾ. പ്രസംഗകൻ പറയുന്നു, മിഥ്യകളിൽ മിഥ്യ, സകലവും മിഥ്യ. മിഥ്യകളിൽ മിഥ്യ. സൂര്യനു താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്ത് ഫലം? തലമുറകൾ വരുന്നു പോകുന്നു, ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഉദിച്ചിടത്തു തന്നെ വേഗം തിരിച്ചെത്തുന്നു. കാറ്റ് തെക്കോട്ട് വീശുന്നു, തിരിഞ്ഞു വടക്കോട്ട് വീശുന്നു, വീണ്ടും തെക്കോട്ട്, അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എന്നാൽ സമുദ്രം നിറയുന്നില്ല. ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്കു തുടരുന്നു. സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം. അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം. കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതി വരുന്നില്ല. ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാകുന്നു, ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു. സൂര്യന് കീഴെ പുതുതായ ഒന്നുമില്ല. പുതിയതെന്ന് പറയാൻ എന്തുണ്ട്? യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു. കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല. വരാനിരിക്കുന്നവയെ അവയ്ക്കു ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയുമില്ല. സഭാപ്രസംഗകനായ ഞാൻ ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. ആകാശത്തിൻ കീഴിൽ സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ ഞാൻ പരിശ്രമിച്ചു. വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി അത്ര ക്ലേശകരമാണ്. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു. എല്ലാം മിഥ്യയും പാഴ്വേലയും അത്രേ. വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല. ഇല്ലാത്തത് എണ്ണുക അസാധ്യം. ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയുംക്കാൾ അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു. ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു. ഇതും പാഴ്വേലിയാണെന്ന് ഞാൻ കണ്ടു. കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു, അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു. ദൈവത്തിന് സ്തുതി. സഭാപ്രസംഗകൻ്റെ പുസ്തകം നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. കൊഹേലത്ത് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ഏകദേശ തർജ്ജമയാണ് സഭാപ്രസംഗകൻ. അപ്പോൾ ഏത് പദത്തിൻ്റെ ഏകദേശ തർജ്ജമയാണ് സഭാപ്രസംഗകൻ എന്ന വാക്ക്? കൊഹേലത്ത്. ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിൽ രാജാവും എന്ന ഗ്രന്ഥകാരൻ തന്നെക്കുറിച്ച് പറയുമ്പോൾ സോളമനിലേക്കാണ് കർത്തൃത്വം ആരോപിക്കപ്പെടുന്നത്. എന്നാൽ BC 3-ാം നൂറ്റാണ്ടിൽ ഏതോ യഹൂദ ചിന്തകൻ ഈ ഗ്രന്ഥം രചിച്ചു എന്നാണ് പൊതുവായ അഭിപ്രായം. ഗ്രീക്കു തത്വചിന്തയുടെ സ്വാധീനം ഈ ഗ്രന്ഥത്തിലെ ഈ ചിന്താധാരകളിൽ പ്രകടമാണ്.
മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിന്തറിയ ചിന്തകൾ എന്നല്ലാതെ. ഗ്രന്ഥത്തിന് വ്യക്തമായൊരു ഘടന നിർദ്ദേശിക്കുക എളുപ്പമല്ല. എന്നാൽ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ അവിടെ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഗ്രന്ഥകാരൻ്റെ ജീവിത വീക്ഷണം അത്ര അവ്യക്തവുമല്ല. സൂര്യന് കീഴെ നടക്കുന്നതെല്ലാം ഈ ലോകവും ഇതിലെ വ്യാമോഹങ്ങളും നേട്ടങ്ങളും സുഖങ്ങളും എല്ലാം മിഥ്യയാണ് എന്ന നിഗമനത്തിലാണ് ഗ്രന്ഥകാരൻ്റെ പരിവേഷണങ്ങൾ ചെന്നു നിൽക്കുക. ദൈവത്തിൻ്റെ അധീശത്വവും ദൈവിക പദ്ധതികളും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഗ്രന്ഥകാരൻ്റെ ചിന്താഗതികൾ അവികലമാണ് എന്നു പറഞ്ഞുകൂടാ. പ്രവാസാനന്തര യഹൂദ ചിന്ത മക്കബായ വിപ്ലവത്തിലൂടെ പ്രകടമായ വിശ്വാസദാർഢ്യത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിൽ എത്തുന്നതിനു മുൻപുള്ള പരിവർത്തന ദശയിലെ ഒരു കണ്ണിയായി സഭാപ്രസംഗകനെ ഗണിച്ചാൽ മതി. 1-ാം അധ്യായം 1-ാം വാക്യം. ജെറുസലേമിലെ രാജാവും ദാവീദിന്റെ പുത്രനുമായ സഭാപ്രസംഗകന്റെ വാക്കുകൾ പ്രസംഗകൻ പറയുന്നു. 2-ാം വാക്യം. മിഥ്യകളിൽ മിഥ്യ, സകലവും മിഥ്യ, മിഥ്യകളിൽ മിഥ്യ. അപ്പോൾ സകലവും മിഥ്യ, മിഥ്യകളിൽ മിഥ്യ എന്ന് തിരുവചനം പറയുന്നു. 3-ാം തിരുവചനം. സൂര്യന് താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്തു ഫലം? 3-ാം തിരുവചനം ഒരു ചോദ്യമാണ്. സൂര്യന് താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്തു ഫലം? 4-ാം തിരുവചനം. തലമുറകൾ വരുന്നു പോകുന്നു, ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. 5-ാം തിരുവചനം. സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു, ഉദിച്ചെടുത്തു തന്നെ വേഗം തിരിച്ചെത്തുന്നു. 6-ാം തിരുവചനം. കാറ്റ് തെക്കോട്ട് വീശുന്നു, തിരിഞ്ഞു വടക്കോട്ട് വീശുന്നു, വീണ്ടും തെക്കോട്ട്, അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കാറ്റ് തെക്കോട്ടും വടക്കോട്ടും വീശുന്നു, വീണ്ടും തെക്കോട്ടും, അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ഈ 1-ാം അധ്യായം 2-ാം വചനത്തെക്കുറിച്ച് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 20-ാം വാക്യത്തിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് 7-ാം തിരുവചനം. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എന്നാൽ സമുദ്രം നിറയുന്നില്ല. ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്കു തുടരുന്നു. 9-ാം തിരുവചനം. സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം, അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം. കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ടോ ചെവിക്കോ മതി വരുന്നില്ല. 9-ാം തിരുവചനം. ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാകുന്നു, ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു, സൂര്യന് കീഴെ പുതുതായൊന്നുമില്ല. 10-ാം തിരുവചനം. പുതിയതെന്ന് പറയാൻ എന്തുണ്ട്? യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു. 11-ാം തിരുവചനം. കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല, വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയില്ല. 12-ാം തിരുവചനം. സഭാപ്രസംഗകനായ ഞാൻ ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. 13-ാം തിരുവചനം. ആകാശത്തിൻ കീഴിൽ സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ ഞാൻ പരിശ്രമിച്ചു. വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ്. 14-ാം തിരുവചനം. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു, എല്ലാം മിഥ്യയും പാഴ്വേലയും അത്രേ. 15-ാം തിരുവചനം. വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല, ഇല്ലാത്തത് എണ്ണുക അസാധ്യം, ഇല്ലാത്തത് എണ്ണാൻ സാധിക്കുകയില്ല എന്ന് തിരുവചനം പറയുന്നു. ഈ തിരുവചനത്തെക്കുറിച്ച് 1:16 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനത്തിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 17-ാം തിരുവചനം. ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു. ഇതും പാഴ്വേലയാണെന്നു ഞാൻ കണ്ടു. കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു, അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു. 18-ാം തിരുവചനം. കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു, അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു. ദൈവത്തിന് സ്തുതി. സഭാപ്രസംഗകൻ്റെ 1-ാം അധ്യായത്തിൽ ആകെ 18 തിരുവചന ഭാഗങ്ങളാണ് ഉള്ളൂ. ദൈവത്തിന് സ്തുതി.